ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. ഞാനിന്ന് റിവ്യൂ ചെയ്യണത് ഒരു പാരിസ് ബ്രാൻഡാണ്, ലൊമാനി. എല്ലാവർക്കും പരിചിതമായിട്ടുള്ളൊരു പേരായിരിക്കാം. നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ ആളുകൾ വരുമ്പോൾ കൊണ്ടുവന്നിട്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ തന്നെ പഴയൊരു പഴയെന്ന് പറയുമ്പോൾ 90s ആളുകൾ കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടുള്ളൊരു ബ്രാൻഡാണ്. അപ്പോൾ അതുകൊണ്ട് കുറേ ആളുകൾക്ക് ഇത് ഫെമിലിയർ ആയിരിക്കാം. ലൊമാനി പോറോം എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. ഇതിൻ്റെ പാക്കേജൊക്കെ വളരെ സിമ്പിളാണ്. ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു പാക്കേജായിട്ടാണ് അവൈലബിൾ ആവുന്നത്. പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇതുപോലെയുള്ളൊരു ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു പാക്കേജാണ്. ഇതിൻ്റെ ക്യാപ്പൊക്കെ വളരെ സിമ്പിളാണ്, പ്ലാസ്റ്റിക്കാണ്. അറ്റമൈസർ വളരെ ബേസിക്കാണ്. പക്ഷേ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അത്യാവശ്യം കുഴപ്പമില്ല. നമുക്കൊരു 10 സെൻറ്റിമീറ്റേഴ്സിലും അല്ലെങ്കിൽ ഒരു 20 സെൻറ്റിമീറ്റേഴ്സിലേക്കൊക്കെ നമുക്ക് സ്പ്രേ കിട്ടുന്ന തരത്തിലുള്ള ഒരു ഡിസ്ട്രിബ്യൂഷനാണ്. ഇതിൻ്റെ സ്മെല്ല് പറഞ്ഞാൽ നമുക്കൊരു ബാർബർ ഷോപ്പ് വൈബാണ്. ബാർബർ ഷോപ്പ് വൈബ് എന്ന് പറയുമ്പോൾ നമ്മൾ ഷേവിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ ഹെയർ കട്ടൊക്കെ ചെയ്ത് ബാർബർ ഷോപ്പിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമുക്കൊരു സ്മെല്ലുണ്ടാവുമല്ലോ, ആ ഫീലാണ് വരണത്. ഇതിൽ ശരിക്കും യൂസ് ചെയ്തിട്ടുള്ള നോട്ട്സ് എന്ന് പറയണത് ടോപ്പ് നോട്ടായിട്ട് വരുന്നത് നമുക്ക് ലാവൻഡർ, അതുപോലെ ലെമൺ, ബെർഗമോണ്ട്, ഇതൊക്കെയാണ് നമ്മുടെ ടോപ്പ് നോട്ടിൽ നിൽക്കുന്നത്. അതിൻ്റെ ബേസ് നോട്ടിലേക്ക് വരുമ്പോൾ ജെറാനിയം എന്നുള്ള രീതിയിലാണ്. ബേസ് നോട്ടിലേക്ക് എത്തുമ്പോൾ മോസും ആണ് ഇതിൻ്റെ ബേസ് നോട്ടിൽ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ നോട്ട്സ്, അതായത് ഇതിൻ്റെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള നോട്ട് എന്ന് പറയുന്നത് ശരിക്കും ലാവൻഡറാണ്. ശരിക്കും ലാവൻഡറിൻ്റെ ഒരു ഡോമിനൻസ് ആണ് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ സ്പ്രേ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതാണ് നമുക്കൊരു ബാർബർ ഷോപ്പ് വൈബിലേക്ക് ഇതിനെ മൂവ് ചെയ്യിക്കണത്. ഇതിൻ്റെ ഒരു പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 2 വീക്സ് ആയിട്ട് ഇത് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. 2 വീക്സ് കണ്ടിന്യൂസ്ലി അല്ല, 2 വീക്സിൻ്റെ ഉള്ളിൽ ഒരു 2-3 ഡേയ്സിൻ്റെ ഉള്ളിൽ ഞാനത് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്കിതിൻ്റെ പെർഫോമൻസ് അത്ര ഇമ്പ്രസീവായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. നമ്മളത് സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു 2-3 hours വരെയൊക്കെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അതെല്ലാം നമ്മൾ ഷട്ടിൽ, അതായത് കോട്ടൺ ഷട്ടിലോ അല്ലെങ്കിൽ കോട്ടൺ ടീഷർട്ടിലൊക്കെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ ഇത് നമുക്കൊരു 4-5 hours വരെ പുഷ് ചെയ്ത് കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ സ്മെല്ലെന്ന് പറയുന്നത് വളരെ പ്ലീസിങ് ആണ്. നമുക്ക് ആർക്കും ഏതൊരു സിറ്റുവേഷനിലും ആളുകൾക്ക് ഒരു ഒഫെൻസീവായിട്ടുള്ളൊരു സ്മെല്ലല്ല. അപ്പോൾ അതുകൊണ്ട് ആർക്കും ഇൻട്രസ്റ്റ് ആവുന്ന തരത്തിലുള്ളൊരു സ്മെല്ലാണ് ഇതിന് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ലോഞ്ചിവിറ്റി കുറച്ച് ഇഷ്യൂ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ബോട്ടിലും കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ്, ഗ്ലാസ് ബോട്ടിലാണ്, പ്ലാസ്റ്റിക് ക്യാപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റേറ്റിലേക്ക് പോകാം. റേറ്റ് വരുമ്പോൾ നമുക്കൊരു 650-700 rupees ഇത് ഓൺലൈനിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ക്ലോൺസും അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ്സും ഒക്കെ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മേടിക്കുമ്പോൾ ശ്രദ്ധിച്ച് മേടിക്കണം. ആക്ച്വലി ഇത് തന്നെ ഞാൻ ഓൺലൈനിലാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് തന്നെ എനിക്ക് ഒറിജിനലാണോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ട്. നമ്മൾ ഒറിജിനൽ വേറെ എവിടെ നിന്ന് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടിയിട്ടില്ല ഇപ്പോൾ ഓഫ്ലൈൻ സ്റ്റോറിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓൺലൈനിൽ പോയിട്ട് മേടിച്ചത്. അപ്പോൾ അതുകൊണ്ടാണോ ലോഞ്ചിവിറ്റി കുറവ് എന്നും എനിക്കറിഞ്ഞുകൂടാ. പിന്നെ ഇതൊരു ശരിക്ക് 1987 ലോഞ്ച് ചെയ്തിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഞാനിപ്പോൾ ഓൺലൈൻ വീഡിയോസും അല്ലെങ്കിൽ ഇതിൻ്റെ എന്തൂസിയാസ്റ്റുകളായിട്ടുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളതെന്ന് പറയണത് ഇതൊരു വേറൊരു അതിനു മുമ്പേ ഇറങ്ങിയത് 1978 ആ സമയത്തൊക്കെ ഇറങ്ങിയിട്ടുള്ള നമ്മുടെ പാക്കോ റോബാൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഫേമസ് ആയിരിക്കും, കാരണം 1 million വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് അവരുടെ. അപ്പോൾ പാക്കോ റോബാൻ്റെ പോറോം എന്ന് പറഞ്ഞിട്ട് 1978 ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. അതും ഇതുപോലെ ഒരു ഗ്രീൻ ആയിട്ടുള്ളൊരു ബോട്ടിലാണ് വരിക. പക്ഷേ ഇതിനേക്കാളും ഗ്രീനാണ്. അത് ഞാൻ റിവ്യൂ ഒക്കെ കാണുമ്പോൾ ഒരു ബീസ്റ്റ് മോഡ് പെർഫോമൻസ് ആയിട്ടാണ്. പക്ഷേ ഇതിൻ്റെ പെർഫ്യൂമിൻ്റെ സ്മെല്ലൊക്കെ ഈ ബാർബർ ഷോപ്പ് കൈൻഡ് എന്നാണ് പറയുന്നത്. ഞാനിതുവരെ സ്മെൽ ചെയ്തിട്ടില്ല. പക്ഷെ അതും വളരെ ബീസ്റ്റ് മോഡായിട്ടുള്ള പെർഫോമൻസാണ് കിട്ടുന്നതെന്നാണ് പറഞ്ഞത് എല്ലാവരും. അതായത് ഒരു മാക്സിമം 3 സ്പ്രേയിലൊക്കെ ഒരു 8-9 hours വരെയൊക്കെ ലോഞ്ച് ഔട്ട് കിട്ടുന്ന തരത്തിലുള്ള പെർഫ്യൂം എന്നാണ് പറയുന്നത്. അതിൻ്റെ റേറ്റ് എനിക്ക് തോന്നുന്നു ഒരു 5,000 to 6,000 rupees 100 ml അവൈലബിൾ ആണെന്ന് തോന്നുന്നു. അത് കിട്ടുവാണെങ്കിൽ എല്ലാവരും വേണമെങ്കിൽ ട്രൈ ചെയ്യാം. ഞാനിതുവരെ സ്മെൽ ചെയ്തിട്ടില്ല, മേടിച്ചിട്ടുമില്ല. അപ്പോൾ അതിൻ്റെ സ്മെല്ലാണ് ഈ ലൊമാനി പോറോം എന്ന് പറയുന്നത്. പക്ഷേ ഇതൊരു പ്ലീസിങ് ആണ്. നിങ്ങൾക്ക് വലിയ അധികം ലോഞ്ചിവിറ്റി ഒന്നും കിട്ടേണ്ട ആവശ്യമില്ല എന്ന ഒരു പ്ലീസിങ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കിത് യൂസ് ചെയ്ത് നോക്കാം.
വലിയ റേറ്റ് ഇല്ല, ഒരു 700 റുപ്പീസിൽ നിങ്ങൾക്കിത് അവൈലബിൾ ആവും. താങ്ക് യു ആൾ.